SNDP യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ വ്യാഴാഴ്ച തോറുമുള്ള ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുരുധ്യാനത്തോടുകൂടി ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഗുരുധ്യാനം ആലപിക്കുന്നത് മായ ഷിബു കുമരകം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ. ഇന്നത്തെ ക്ലാസ് ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായ വിനായകാഷ്ടകം എന്ന കൃതിയെ സംബന്ധിക്കുന്നതാണ്. ഗുരുദേവൻ ശിവകുടുംബത്തിലെ ഗണപതിയെ സംബന്ധിച്ച് ഒരു സ്തോത്രകൃതിയാണ് എഴുതിയിട്ടുള്ളതാണ് അഭിജ്ഞമതം. കൊല്ലവർഷം 1083 ഭഗവാൻ തമിഴ്നാട്ടിലെ നാഗർകോവിലിനടുത്തുള്ള കോട്ടാർ എന്ന പ്രദേശം സന്ദർശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദുർദേവതാ വിഗ്രഹങ്ങളായിട്ടുള്ള മല്ലൻ, മാടൻ, മറുത മുതലായവയെല്ലാം എടുത്തു നീക്കിയതിനു ശേഷം പ്രതിഷ്ഠ നടത്തിയതാണ് വിനായക പ്രതിഷ്ഠ. ആ സന്ദർഭത്തിൽ രചിച്ചതായിരിക്കണം ഈ കൃതി എന്ന് പറയപ്പെടുന്നു. ലളിതമായ സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ച് 8 പദ്യങ്ങളായിട്ടാണ് ഇത് രചിച്ചിട്ടുള്ളത്. വിനായകൻ എന്നാൽ വിഘ്നങ്ങളുടെ നായകനാണ്. ഭജിക്കുന്നവരുടെ വിഘ്നങ്ങൾ മാറ്റിക്കൊടുക്കുകയും ഭജിക്കാത്തവർക്ക് വിഘ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുന്ന ദേവതയാണ് വിനായകനെന്ന് വിശ്വസിക്കുന്നു. ദേവന്മാർ പോലും കൂട്ടത്തോടെ വിനായകനെ ഭജിക്കുന്നതായിട്ടാണ് 1-ാം ശ്ലോകത്തിൽ പറയുന്നത്. നമദ്ദേവവൃന്ദം എന്നാണല്ലോ തുടങ്ങുന്നത് തന്നെ. ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് എടുത്തു തരുന്നത് ധർമ്മപഠന കേന്ദ്രത്തിലെ സീനിയർ പഠിതാവും അധ്യാപികയും പ്രിൻസിപ്പലും ഒക്കെയായിട്ട് റിട്ടയർ ചെയ്ത ശ്രീമതി സുധ ഷിബു മാഡമാണ്. സുധ ടീച്ചർ മികച്ച അധ്യാപികയും മികച്ച പ്രഭാഷകയുമാണ്. സ്നേഹാദരങ്ങളോടെ സുധ ടീച്ചറെ ഈ സെഷനിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ആരാധ്യനായ ഡയറക്ടർ ശ്രീ എ ബി പ്രസാദ് കുമാർ സാർ, ബഹുമാന്യരായ അഡ്മിന്മാർ, ആദരണീയരായ ഗുരുവാര പാഠശാലയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രദീപ് ലാൽ സാർ, സുധീഷ് സാർ, സ്മിത പ്രശാന്ത്, പ്രിയപ്പെട്ട പഠിതാക്കളെ, ഗുരുദേവ ഭക്തരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്തേ. ഈ ഗുരുവാര പാഠശാലയിലൂടെ നിങ്ങൾ ഇതിനോടകം കുറേയേറെ ഗുരുദേവ കൃതികൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഗുരുദേവനാൽ വിരചിതമായ വിനായകാഷ്ടകമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. സ്വാഗത പ്രസംഗകൻ പറഞ്ഞതുപോലെ തന്നെ ഗുരുദേവൻ വിനായകനെ സംബന്ധിച്ചുള്ള അധികം കൃതികളൊന്നും എഴുതിയിട്ടില്ല. ഈ ഒരു കൃതി മാത്രമാണ് നമുക്ക് വിനായകൻ അല്ലെങ്കിൽ ഗണപതിയെ സംബന്ധിച്ച് കിട്ടിയിട്ടുള്ളത്. എങ്കിലും ഈ ഒരു കൃതിയിൽ തന്നെ ഗണപതിയുടെ മഹത്വത്തെയും ആധ്യാത്മിക പ്രഭാവത്തെയും ഒക്കെ ഏറ്റവും മഹത്തായിട്ട് ഭംഗിയായിട്ട് അവതരിപ്പിക്കാനായിട്ട് ഗുരുദേവന് കഴിഞ്ഞിട്ടുണ്ട്. വിനായകാഷ്ടകം എന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക്
വിനായകനെ കുറിച്ചാണ് 8 ശ്ലോകങ്ങൾ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അഷ്ടകം എന്നാൽ 8 ഉള്ളത് എന്നാണ് അർത്ഥം. നിങ്ങൾ 8 ശ്ലോകങ്ങൾ വീതമുള്ള ഭദ്രകാളി അഷ്ടകം ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ വിനായകനെ കുറിച്ച് 8 ശ്ലോകങ്ങളിൽ ഗുരുദേവൻ വിവരിച്ചിരിക്കുന്ന ഒരു സ്തോത്രകൃതിയാണ് വിനായകാഷ്ടകം. സ്തോത്രകൃതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഗുണഗണങ്ങളും മഹത്വവും ഒക്കെ സ്തുതിച്ചുകൊണ്ടുള്ള കൃതികളാണ് സ്തോത്രകൃതികൾ. വിനായകൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഗണപതി എന്ന പദമാണ്. വിനായകൻ അല്ല നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. ഗണപതി എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. മിക്കവാറും നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിനായകന് അല്ലെങ്കിൽ ഗണപതിക്ക് ഒരു ഉപദേവതയായി പ്രതിഷ്ഠയുണ്ട്. മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് തന്നെയുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാരംഭത്തിന് നമുക്കറിയാം, അവരുടെ നാവിലും കയ്യിലും ഒക്കെ കൈകൊണ്ടും ഒക്കെ എഴുതുന്നത് ഗണപതിയുടെ മന്ത്രമാണ്. ഓം ഹരിശ്രീ ഗണപതയെ നമഃ എന്നുള്ളത്. ഇപ്പൊ വിനായകാഷ്ടകം എന്ന ഈ കൃതിയില് വിനായകനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഗണപതിയെ കുറിച്ചാണെന്ന് പറഞ്ഞു. വിനായകന് അല്ലെങ്കിൽ ഗണപതിക്ക് ധാരാളം പര്യായങ്ങളുണ്ട്. വിനായകൻ എന്നുള്ളത് ഒരു പര്യായമാണ്. സാറ് പറഞ്ഞ പോലെ, സ്വാഗത പ്രസംഗകൻ പറഞ്ഞതുപോലെ, വിഘ്നേശ്വരൻ, വിഘ്നങ്ങളുടെ ഈശൻ എന്ന അർത്ഥത്തിൽ വിഘ്നേശ്വരൻ എന്ന പേരുണ്ട്. അതുപോലെ തന്നെ ദ്വൈമാതരൻ എന്നുള്ള പേരുണ്ട്. പിന്നെ കുംഭോദരൻ എന്ന് പറഞ്ഞാൽ കുടവയറുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ കുംഭോദരൻ എന്ന പേരുണ്ട്. ലംബോദരൻ എന്ന പേരുണ്ട്. അതും ഒക്കെ വലിയ വയറുള്ളവൻ, കുടവയറുള്ളവൻ എന്ന അർത്ഥത്തിലാണ്. പിന്നെ ഗജാനനൻ, ഗജാസ്യൻ, ഗജമുഖൻ എന്നൊക്കെയുണ്ട്. അത് നമുക്കറിയാം. ഗജത്തിന്റെ ആനനത്തോട് കൂടിയവൻ അല്ലെങ്കിൽ ആസ്യത്തോട് കൂടിയവൻ എന്ന് പറഞ്ഞാൽ ആനയുടെ മുഖത്തോട് കൂടിയവൻ എന്നാണ് ഗജമുഖൻ, ഗജാസ്യൻ, ഗജാനനൻ എന്നുള്ള പേരിനൊക്കെ അർത്ഥം. നമുക്ക് അറിയാം ഗണപതിയുടെ രൂപമെന്ന് പറയുന്നത് ആനയുടെ തലയും മനുഷ്യന്റെ ഉടലുമായിട്ടുള്ളതാണ്. ഗണപതിയുടെ ജനനത്തെ കുറിച്ച് പല കഥകളുണ്ട്. ശിവപാർവതിമാര് ആനയുടെ രൂപത്തിൽ വനത്തിൽ ക്രീഡിക്കുന്ന സമയത്താണ് ഗണപതിയുടെ ജനനമെന്ന് ഒരു കഥയുണ്ട്. കൂടുതൽ പ്രചാരത്തിലുള്ള മറ്റൊരു കഥ ഇങ്ങനെയാണ്. പാർവതി ദേവിക്ക് കൈലാസത്തിലെ ഏകാന്തത അനുഭവപ്പെടുന്നു. പരമേശ്വരനെ എപ്പോഴും കിട്ടുന്നില്ല. ഭഗവാൻ എപ്പോഴും ദേവന്മാരാലും അസുരന്മാരാലും ഒക്കെ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ദേവനോട് ദേവി പരാതി പറയുന്നുണ്ട്, എനിക്ക് അങ്ങയുടെ സാമീപ്യം ആവശ്യമാണെന്നൊക്കെ. പക്ഷെ ദേവിക്ക് തന്നെ അറിയാം ഭൂലോകനാഥനാണ്, എപ്പോഴും തൻ്റെ അടുത്ത് ഇരിക്കാൻ കിട്ടുന്ന ആളല്ല എന്ന്. അപ്പൊ ദേവി വിചാരിക്കുന്നു, മഹാദേവന് നന്ദി എന്നതുപോലെ ഏറ്റവും സ്നേഹമുള്ള വിശ്വസ്തനായ ഒരു സേവകനുണ്ട്, അതുപോലെ തനിക്ക് ആരുമില്ലല്ലോ എന്നുള്ളൊരു വിചാരത്തില് ഒരു ദിവസം മഹാദേവൻ കൈലാസത്തിൽ ഇല്ലാതിരുന്ന ഒരു ദിവസം കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചൂർണം, ചന്ദനപ്പൊടി എടുത്ത് കുഴച്ച് ഒരു ബാലന്റെ രൂപം ഉണ്ടാക്കുന്നു. എന്നിട്ട് ദേവി അതിന് ജീവശ്വാസം കൊടുത്ത്, ജീവവായു കൊടുത്ത് അവന് ജീവൻ കൊടുക്കുന്നു. അവനാകട്ടെ അമ്മയുടെ ഏതാജ്ഞയും ശിരസാ വഹിച്ചുകൊണ്ട് അമ്മയോട് വളരെ സ്നേഹത്തിലും വിശ്വസ്തതയിലും കഴിഞ്ഞ് വരികയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദേവി കുളിക്കാൻ പോകുമ്പോൾ ഇവനെ കാവൽ നിർത്തിയിട്ട് പോകുന്നു. ആ സമയത്താണ് മഹാദേവന്റെ വരവ്. ഭഗവാനെ ഈ ബാലൻ കടത്തിവിടുന്നില്ല. കൈലാസ അധിപതിയാണ്, പാർവതീപതിയാണെന്നൊക്കെ ശിവഭഗവാൻ പറഞ്ഞു നോക്കി. പക്ഷെ ഈ കുട്ടി അമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ ആജ്ഞ അനുസരിച്ച് കയറ്റി വിടാനായിട്ട് തയ്യാറാകുന്നില്ല. അങ്ങനെ രണ്ടുപേരും അവിടെ ഒരു യുദ്ധം ഉണ്ടാകുന്നു. ഭഗവാൻ തൃശൂലം കൊണ്ട് ഈ ബാലന്റെ ശിരസ് ഛേദിക്കുന്നു. ദേവി കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് തല വേർപെട്ട മകന്റെ ശരീരമാണ്. ദേവിക്ക് കോപമുണ്ടാകുന്നു. കാളിയായിട്ട് എല്ലാ ലോകങ്ങളെയും സംഹരിക്കാനായിട്ട് ദേവി ഒരുങ്ങുന്നു. അപ്പോഴാണ് മഹാദേവന്റെ കോപം ശമിക്കുകയും ദേവിയോട് ഉടനെ തന്നെ ബാലന് ജീവൻ കൊടുക്കാമെന്ന് പറയുകയും അങ്ങനെ നന്ദിയോടും ഭൂതഗണങ്ങളോടും ഒക്കെ വടക്കോട്ട് പോയി ആദ്യം കാണുന്ന ജീവിയുടെ ശിരസ്
കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ പോയപ്പോൾ ഗജാസുരൻ എന്നൊരു ആനയാണ് ആദ്യം കാണുന്നത്. ആനയുടെ ശിരസ് കൊണ്ടുവന്ന് കുട്ടിയുടെ ശരീരത്തിനോട് ചേർത്ത് വെക്കുകയും അവന് ജീവൻ നൽകുകയും ചെയ്യുന്നു. ദേവി അവനെ വാരിപ്പുണരുന്നു. മഹാദേവൻ അവന് ധാരാളം വരങ്ങളൊക്കെ നൽകുന്നുണ്ട്. അവന് ഗണങ്ങളുടെ അധിപതി എന്നുള്ള പേരൊക്കെ കൊടുക്കുന്നു. ഗണാധിപനാകും നീ ഇന്നു മുതൽ, ഭൂതഗണങ്ങളുടെയും അതുപോലെ തന്നെ ദേവഗണങ്ങളുടെയും പിതൃഗണങ്ങളുടെയും ഒക്കെ അധിപനാകും നീ എന്നൊക്കെ അനുഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ഗണാധിപൻ എന്നുള്ള പേര് ഗണപതിക്ക് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഇന്നിവിടെ വിനായകാഷ്ടകമാണ് പഠിക്കുന്നത്. വിനായകൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിനയിക്കുന്നവൻ എന്നാണ്. വിനയിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എടുത്തു മാറ്റുന്നവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള തിന്മകളെയൊക്കെ എടുത്തു മാറ്റി നന്മയുടെ പ്രകാശത്തെ നൽകുന്നവൻ. വിനയിക്കുക എന്ന വാക്കിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്, പ്രബോധനം നൽകുക. പ്രബോധനം നൽകുക എന്ന് പറഞ്ഞാൽ അറിവ് നൽകുക എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ ഇല്ലാതാക്കി അല്ലെങ്കിൽ അവിദ്യാരൂപത്തിലുള്ള വിഘ്നങ്ങളെയൊക്കെ മാറ്റി അവിടെ ജ്ഞാനത്തിന്റെ പ്രകാശം പരത്തുന്നവനാണ് വിനായകൻ. അങ്ങനെ നമ്മുടെ ബോധസ്വരൂപത്തെ പ്രകാശിപ്പിക്കാൻ പര്യാപ്തമായ പ്രബോധനം നൽകുന്നവൻ എന്നാണ് വിനായകന്റെ അർത്ഥം. അപ്പം അറിവ് നൽകുന്നവൻ എന്ന് തന്നെയാണ്, അറിവിന്റെ ദേവനായിട്ട് തന്നെയാണ് ഗുരുദേവൻ ഇതിനകത്ത് ഗണപതിയെ പറയുന്നത്. ഇനി വിനായക അഷ്ടകം എഴുതിയതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. ഇവിടെ സ്വാഗത പ്രസംഗകൻ പറഞ്ഞത് ഒരു വിവരമാണ്. വിനായകാഷ്ടകം കായംകുളത്ത് കുമ്മമ്പള്ളി രാമൻപിള്ളി ആശാന്റെ അടുത്ത് സംസ്കൃതത്തിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന കാലത്ത് എഴുതിയതാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ പ്രദീപ് ലാൽ സാറ് പറഞ്ഞതുപോലെ 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരുദേവന് 10 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഈ കോട്ടാറിലേക്ക്, തമിഴ്നാട്ടിലെ നാഗർകോവിലിനടുത്തുള്ള കോട്ടാറിലേക്ക് ഗുരുദേവ ഭക്തര് വന്ന് ക്ഷണിക്കുകയും അവർക്കൊരു ക്ഷേത്രം പ്രതിഷ്ഠ ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഗുരുദേവൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഇതുപോലെയുള്ള മാടൻ, മറുത, മല്ലൻ, കാളി കരിങ്കാളി തുടങ്ങിയ ദേവതകളെയാണ്, ദുർദേവതകളെയാണ് അവർ ആരാധിക്കുന്നത്. അതിനെയെല്ലാം പിഴുതെടുത്ത് കടലിൽ കൊണ്ടുപോയി നിമഞ്ജനം ചെയ്യാനായിട്ട് ഗുരുദേവൻ ആവശ്യപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് മനോഹരമായ ഒരു ഗണപതി ക്ഷേത്രം, പിള്ളയാർ കോവിൽ എന്ന് പേരിട്ട് ഗുരുദേവൻ അവിടെ നിർമ്മിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് എഴുതിയതാണ് വിനായകാഷ്ടകം എന്ന് പറയപ്പെടുന്നു. കൃത്യമായ വിവരം നമുക്ക് ഇല്ല. ഇനി വിനായകാഷ്ടകം പഠിക്കുന്നതിന് മുമ്പ് തന്നെ വിനായകാഷ്ടകമല്ല ഏത് കൃതി പഠിക്കുന്നതിന് മുമ്പും നമ്മൾ അറിയാനുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് കൃതിയിലേക്ക് കടക്കാം. ഗുരുദേവൻ ഏത് ദേവതയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു സ്തോത്രം എഴുതുമ്പോഴും, ഏത് ദേവതയാകട്ടെ, അത് മഹാദേവനാകട്ടെ, ഏറ്റവും കൂടുതൽ നമുക്കറിയാം ശിവഭഗവാനെ പ്രകീർത്തിച്ചാണ് ഗുരുദേവൻ ഏറ്റവും കൂടുതൽ കൃതികൾ എഴുതിയിട്ടുള്ളത്. ശിവനാകട്ടെ, ദേവിയാകട്ടെ, സുബ്രഹ്മണ്യനാകട്ടെ, വിനായകനാകട്ടെ, ഏത് ദേവതയെ പ്രകീർത്തിച്ച് എഴുതുമ്പോഴും ആ ദേവതയെ സാക്ഷാൽ പരബ്രഹ്മത്തിന്റെ പ്രതീകമായിട്ടാണ് ഗുരുദേവൻ കണക്കാക്കുന്നത്. സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപമായിട്ടാണ് കണക്കാക്കുന്നത്. പല ദേവതയായി നിൽക്കുന്നത് ഒരേ സത്യം തന്നെയാണ്. ഈ പ്രപഞ്ചത്തിന് ആധാരമായ ഒരേ ഒരു സത്യം, ആ ഏകമായി നിൽക്കുന്ന ആ പരംപൊരുൾ എന്ന സത്യദർശനമാണ് ഗുരുദേവൻ ഏത് എഴുതുമ്പോഴും ഗുരുദേവന്റെ രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിലെ വിനായകനും അല്ലെങ്കിൽ ഈ സ്തോത്രത്തിലെ ഗണപതി ഭഗവാനും സാക്ഷാൽ പരബ്രഹ്മത്തിന്റെ സ്വരൂപമായിട്ട് തന്നെയാണ് ഗുരുദേവൻ കണ്ടിട്ടുള്ളത്. ഗുരുദേവൻ അങ്ങനെയാണ് വിനായകനെ ഇതില് നമുക്ക് കാണിച്ചു തരുന്നത്. അല്ലാതെ പുരാണത്തിലൊക്കെ കാണുന്ന വിനായകന്റെ രൂപമല്ല ഗുരുദേവൻ നമുക്ക് കാട്ടിത്തരുന്നത്. ഇനി വിനായകാഷ്ടകം എന്ന കൃതിയിലേക്ക് നമുക്ക് കടക്കാം. വിനായകാഷ്ടകം എന്ന കൃതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവർക്കും തന്നെ കാണാതെ ചൊല്ലാനും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ താളനിബദ്ധമായിട്ട് ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ വിനായകൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് സംരംഭം തുടങ്ങുമ്പോഴും, ഇത് ആദ്യം പഠിക്കേണ്ട കൃതിയായിരുന്നു എന്ന് തോന്നുന്നു, ഏത് നവസംരംഭം തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു പുതിയ കാര്യം തുടങ്ങുമ്പോഴും നമ്മൾ വിനായകനെയാണ് ഭജിക്കുന്നത്, ഗണപതിയാണ് ഭജിക്കുന്നത്. ഗണപതി പൂജ
ഗണപതി ഹോമം ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഒരു വീട് വെക്കുമ്പോഴോ ഒരു സ്ഥാപനം തുടങ്ങുമ്പോഴോ ഒക്കെ. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെയുള്ള നമ്മൾക്ക് അവിദ്യാരൂപമായ വിഘ്നങ്ങളെയൊക്കെ എടുത്തു മാറ്റി അവിടെ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന അറിവിന്റെ മൂർത്തിയായിട്ടാണ് വിനായകനെ ഗുരുദേവൻ ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. വിഘ്നങ്ങളൊക്കെ ഒഴിച്ചു കളയുന്നവനാണ് വിനായകൻ. നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. പിന്നെ ഇത് സംസ്കൃതത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വൃത്തം എന്ന് പറയുന്നത് ഭുജംഗ പ്രയാതമാണ്. ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. 8 ശ്ലോകങ്ങളാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു. 8 പദ്യങ്ങളാണ്. ഒന്നാമത്തേത് നമുക്ക് നോക്കാം. ഈണത്തിലൊക്കെ നന്നായിട്ട് ചൊല്ലാൻ എല്ലാവർക്കും അറിയായിരിക്കും. നമദേവവൃന്ദം ലസദ്വേദകന്ധം ശിരശ്രീമതിന്ദം ശ്രിതശ്രീമുകുന്ദം ബൃഹച്ചാരുതുന്ദം സ്തുതശ്രീസനന്ദം ജഡാഹീന്ദ്രകുന്ദം ഭജേ അഭീഷ്ടസന്തം. അപ്പം നമുക്കറിയാം ഗുരുദേവന്റെ കവിത്വ സിദ്ധി എല്ലാ കൃതികളിലും തന്നെ കവി എന്ന നിലയിൽ ഗുരുദേവൻ ഏറ്റവും കാളിദാസനെ പോലും അതിശയിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എങ്കിലും ഈ കൃതിയിലും അതുപോലെ തന്നെ കവിത്വ സിദ്ധി ഏറ്റവും പ്രകടമായിട്ടുള്ള കൃതിയാണ്. ശബ്ദാലങ്കാരം ഒക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അന്ത്യപ്രാസം ഇതിനകത്തുണ്ട്. ഓരോ വരിയും രണ്ടായിട്ട് മുറിക്കുന്നുണ്ട്, രണ്ട് പദങ്ങളായിട്ട്. അപ്പൊ ഓരോ പദങ്ങളുടെയും അവസാനം ഒരേ അക്ഷരം ആവർത്തിച്ചിരിക്കുകയാണ്. എല്ലാ വരികളിലും എല്ലാ ശ്ലോകങ്ങളിലും തന്നെ നമുക്കത് കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് ഇന്ദായുടെ ഒരു കളിയാണെന്ന് നമുക്ക് കാണാം. ആദ്യത്തെ ശ്ലോകത്തിൽ ഇന്ദ നമദേവവൃന്ദം ലസദ്വേദകന്ധം ശിരശ്രീമതിന്ദം ശ്രിതശ്രീമുകുന്ദം, അങ്ങനെ ഇന്ദം ഇന്ദം എന്നാണ് എല്ലാ വാക്കുകളും അവസാനിക്കുന്നത്. ഇനി നമുക്ക് അതിന്റെ അർത്ഥത്തിലേക്ക് പോകാം. ഭജേ അഭീഷ്ടസന്തം എന്നുള്ള വാക്കിൽ അവിടുന്ന് തന്നെ തുടങ്ങാം. ഭജേ അഭീഷ്ടസന്തം എന്നാണ് നമ്മൾ പിരിച്ചു പറയുമ്പോൾ പറയുന്നത്. നമ്മൾ ചൊല്ലുമ്പോൾ ഭജേ അഭീഷ്ടസന്തം എന്ന് ചൊല്ലും. അങ്ങനെ ചൊല്ലിയാൽ തെറ്റൊന്നുമില്ല, അത് ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ പിരിച്ചു പറയുമ്പോൾ ഇങ്ങനെ തന്നെ പറയണം, ഭജേ അഭീഷ്ടസന്തം. അഭീഷ്ടം എന്നുള്ളതിന് അവിടെ ഒരു നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഒരു ഇംഗ്ലീഷിലെ ഒരു സ്മോൾ ലെറ്റർ ചെറിയ അക്ഷരം എഫ് പോലെ ഒരു അടയാളം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് സംസ്കൃതത്തിലെ പ്രശ്ലേഷം എന്നാണ് അതിന് പറയുന്നത്. പ്രശ്ലേഷം. ഈ പ്രശ്ലേഷം ആ എന്നതിന് പകരമായിട്ട് സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ ഭജേ അഭീഷ്ടസന്തം. ഇതേ കൃതിയിൽ തന്നെ വേറൊരിടത്തും പ്രശ്ലേഷം വരുന്നുണ്ട്. ഭജേ എന്ന് പറഞ്ഞാൽ ഭജിക്കുന്നു. ആര് ഭജിക്കുന്നു? ഞാൻ ഭജിക്കുന്നു, അല്ലെങ്കിൽ ഭക്തൻ ഭജിക്കുന്നു. ഭക്തൻ ഭജിക്കുന്നു. അഭീഷ്ടസന്തം, ഭക്തന്റെ അഭീഷ്ടങ്ങളെ സാധിച്ചു കൊടുക്കുന്ന അവിടുത്തെ ഞാൻ ഭജിക്കുന്നു എന്നാണ് ആ വരിയുടെ ആ വാക്കിന്റെ അർത്ഥം. ഭജേ അഭീഷ്ടസന്തം, എന്റെ അഭീഷ്ടങ്ങളെ എല്ലാം സാധിച്ചു തരുന്ന അങ്ങയെ ഞാൻ ഭജിക്കുന്നു. ഇനി എങ്ങനെയുള്ള ആളെയാണ്, എങ്ങനെയുള്ള അങ്ങയെയാണ് ഞാൻ ഭജിക്കുന്നതെന്നാണ് അതിന്റെ മുകളിലുള്ള വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. അതെല്ലാം ഓരോരോ സ്തുതികളാണ്, ഓരോ വിശേഷണങ്ങളാണ്. ഓരോ വിശേഷണങ്ങളിലൂടെയും ഗണപതിയെ നമുക്ക് കൂടുതൽ, വിനായകനെ നമുക്ക് കൂടുതൽ ഗുരുദേവൻ പരിചയപ്പെടുത്തി തരികയാണ്. ഓരോ വരികളിലും ഓരോ വിശേഷണങ്ങളാണ് പറയുന്നത്, വിനായകനുള്ള വിശേഷണങ്ങളാണ്. നമദേവവൃന്ദം ഒന്നാമത്തേത് സ്വാഗത പ്രസംഗകൻ ഇവിടെ പറഞ്ഞു. നമദേവവൃന്ദം എന്ന് പറഞ്ഞാൽ നമഃ ദേവവൃന്ദം എന്നാണ് പിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദേവവൃന്ദത്താൽ നമിക്കപ്പെടുന്നവനെ. ദേവവൃന്ദം, വൃന്ദം എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം, സമൂഹം. ദേവന്മാരുടെ കൂട്ടത്താൽ നമിക്കപ്പെടുന്നവനെ, ദേവന്മാരെപ്പോഴും ചുറ്റും നിന്ന് വന്ദിച്ചു കൊണ്ടിരിക്കുന്നവനെ. അപ്പൊ നമ്മൾ പുരാണത്തിൽ കാണുന്ന വിനായകനല്ല ഇവിടെ. സകല ദേവന്മാരും എപ്പോഴും ചുറ്റും നിന്ന് നമിച്ചുകൊണ്ടിരിക്കുന്ന, വന്ദിച്ചുകൊണ്ടിരിക്കുന്ന ആരാധ്യനായ അറിവിന്റെ നിറകുടമായ വിനായകനെയാണ് ഗുരുദേവൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ബ്രഹ്മേശ്വരന്മാരുൾപ്പെടെ ഇന്ദ്രൻ, യമൻ, അഗ്നി, വരുണൻ ഇങ്ങനെ തുടങ്ങിയ എല്ലാ ദേവന്മാരും അവിടുത്തെ മുമ്പില് കൈകൂപ്പി നമസ്കരിച്ചു നിൽക്കുന്നു. ഗണപതി പുരാണം എന്ന് പറയുന്ന ഒരു പുരാണമുണ്ട്. ഗണപതിയെ കേന്ദ്രമാക്കിയുള്ള പുരാണമാണ്. അതിനകത്ത് വിനായകൻ എന്ന് പറയുന്ന മഹാഗണപതി എന്ന് പറയുന്നത് ശിവനും പാർവതിക്കും ഒക്കെ മുമ്പുള്ള സാക്ഷാത് പരബ്രഹ്മത്തിന്റെ രൂപം തന്നെയാണ്, പരബ്രഹ്മ സ്വരൂപം തന്നെയാണ്. ശിവനും പാർവതിയും ആ ഗണപതി പുത്രനായിട്ട് ജനിക്കണം എന്ന് പ്രാർത്ഥിച്ചെന്നും അങ്ങനെ
വിനായകൻ അങ്ങനെ ഗണപതി അവരുടെ പുത്രനായിട്ട് ജനിച്ചുവെന്നും ഗണപതി പുരാണത്തില് പറയുന്നുണ്ട്. അപ്പൊ നവദേവ വൃന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദേവന്മാരും കൂട്ടത്തോടെ വന്ന് ആരാധിച്ച് തൊഴുകൈകളോടെ നിൽക്കുന്നവനെ എന്നാണ് നവദേവ വൃന്ദം, ദേവവൃന്ദത്താൽ നമിക്കപ്പെടുന്നവനെ. ഇനി അടുത്തത് ലസദ്വേദകന്ധം. ലസദ്വേദകന്ധം എന്നാണ്, അത് പിരിച്ചു പറയുമ്പം ലസത് വേദകന്ധം. ലസത് വേദകന്ധം എന്നാണ് നമ്മൾ പിരിച്ച് അർത്ഥം. അപ്പൊ നമ്മൾ കൂട്ടി ചൊല്ലുമ്പോൾ നമ്മൾ ഒരുമിച്ച് അങ്ങ് ചൊല്ലിയാൽ മതി, പക്ഷെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമ്മൾ പിരിച്ച് മനസ്സിലാക്കണം. ലസത്ത് വേദകന്ധം. ഗണപതിയെ എല്ലാ ദേവന്മാരും നമിക്കുന്നതിന്റെ ഒരു കാരണവും കൂടിയാണ് ഗുരുദേവൻ ആ വരിയിൽ പറയുന്നത്. ലസത് വേദകന്ധം. ഗണപതി വേദങ്ങളുടെയൊക്കെ കന്ധമായിട്ട്, ലസത് എന്ന് പറഞ്ഞാൽ ലസിക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക എന്നാണ് അർത്ഥം. പ്രകാശിക്കുന്ന വേദങ്ങളുടെ കന്ധമായിട്ടുള്ളവനെ. കന്ധം എന്ന് പറഞ്ഞാൽ കിഴങ്ങ് എന്നാണ് അർത്ഥം. കിഴങ്ങ് അല്ലെങ്കിൽ വേര് അല്ലെങ്കിൽ നാരായ വേര്, മൂലം, കാരണം എന്നൊക്കെ പറയും. അപ്പൊ ഈ പ്രകാശിക്കുന്ന വേദങ്ങളുടെയൊക്കെ കിഴങ്ങായിട്ടുള്ളവനെ, വേരായിട്ടുള്ളവനെ. നമുക്കറിയാം ഒരു ചെടി എന്ന് പറഞ്ഞാൽ അതിൽ വേരിൽ നിന്നാണ് പുറപ്പെടുന്നത്. വേരാണ് അതിന്റെ ഉറവിടം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ വേദങ്ങളുടെ ഉറവിടമായിട്ടുള്ളവനെ. വേദങ്ങൾ നമുക്കറിയാം, ഭാരതത്തിലെ വേദങ്ങളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ മതഗ്രന്ഥങ്ങൾ എന്ന് കണക്കാക്കി പോരുന്നത്. അറിവ് പകർന്നു തരുന്നവയാണ് വേദങ്ങൾ എന്ന് പറഞ്ഞാൽ. വേദം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അറിവ് എന്നാണ്. അറിവ് നൽകുന്ന, ഇവിടെയും അങ്ങനെയാണ്. ഗണപതി അറിവിന്റെ മൂർത്തിയാണ്. ആ അറിവ് നൽകുന്ന വേദങ്ങളുടെ 4 വേദങ്ങളാണ് നമുക്കുള്ളത്. നമുക്കറിയാം ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നിങ്ങനെയുള്ള ആ 4 വേദങ്ങളുടെയും മൂല കാരണമായിട്ടുള്ളവനെ എന്നാണ്. അവിടെ സാക്ഷാൽ അറിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെയാണ് ഗണപതിയെ എല്ലാ ദേവന്മാരും വന്ദിക്കുന്നത് എന്നും കൂടെ അതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. പ്രകാശവത്തായ വേദങ്ങളുടെ മൂലമായിട്ടുള്ളവനെ അല്ലെ കാരണമായിട്ടുള്ളവനെ, വേദങ്ങളിൽ പ്രതിപാദിക്കുന്ന പരംപൊരുളായി വർത്തിക്കുന്നവനെ, അറിവിന്റെ മൂർത്തി. അതുകൊണ്ട് തന്നെ അറിവുള്ളവർ നമുക്കറിയാം എവിടെയും ആദരിക്കപ്പെടും. ഗണപതിയുടെ അറിവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പല പല കഥകളും ഒക്കെ ഉണ്ട്. ഗണപതിയും സുബ്രഹ്മണ്യനും തമ്മിൽ ഒരു വഴക്ക് ഉണ്ടാകുമ്പോഴത്തേനും പിന്നെ മാതാപിതാക്കന്മാര് പറയുന്നു ആ കലഹം തീർക്കാനായിട്ട്, അതിന് ചർച്ചയായിട്ട് എന്താണ്, അതിൽ ആരാണ് ജയിക്കുന്നതെന്ന് ഒരു മത്സരമാണ്. അപ്പൊ അതിൽ ജയിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ആദ്യം ആരാണോ ലോകം ചുറ്റി വരുന്ന അവര് ആ മത്സരത്തിൽ ജയിക്കുമെന്ന് പറയുന്നു. അപ്പൊ തന്നെ സുബ്രഹ്മണ്യൻ ഭയങ്കര ശക്തിമാനാണ്. സുബ്രഹ്മണ്യൻ വേഗം തന്നെ മയിലിന്റെ പുറത്ത് കയറി ലോകം ചുറ്റാനായിട്ട് പോകുന്നു. പക്ഷെ ഗണപതി അവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് ലോകം ചുറ്റാതെ തന്നെ ഇത് ചെയ്യാനായിട്ട് പറ്റുന്നത്. ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഒക്കെ ഇങ്ങനെ ഓർത്ത് പരിശോധിക്കുകയാണ്. എന്നിട്ട് ഗണപതി അച്ഛനോടും അമ്മയോടും പറയും, നിങ്ങൾ രണ്ടും ഒന്ന് അടുത്ത് വന്നിരുന്ന് എനിക്കൊന്ന് അർച്ചിക്കണം, എനിക്കൊന്ന് പൂജിക്കണം. അങ്ങനെ അവര് രണ്ടും ഇരിക്കുന്നു. ഗണപതി അവർക്ക് വേണ്ട പൂജകളൊക്കെ ചെയ്യുന്നു. രണ്ടുപേരും സന്തോഷപ്രസാദ ചിത്തരാകുന്നു മകന്റെ പൂജയിലൊക്കെ. എന്നിട്ട് അവരെ ഒന്ന് വലം വെക്കുന്നു. അതിനുശേഷം 7 വട്ടം വലം വെച്ചതിന് ശേഷമാണ് സുബ്രഹ്മണ്യൻ ലോകം ചുറ്റിയിട്ട് വരുന്നത്. അപ്പൊ സുബ്രഹ്മണ്യൻ പറയുന്നു, ഞാനാണ് മത്സരത്തിൽ ജയിച്ചത്. അപ്പൊ ദേവീ ദേവന്മാർക്ക് അറിയാം എങ്കിൽ പോലും അവരും പറയുന്നു ഗണപതിയോട്, ആ സുബ്രഹ്മണ്യൻ ലോകം ചുറ്റിയിട്ട് വന്നല്ലോ, നീ ഇവിടെ തന്നെ നിൽക്കുമല്ലായിരുന്നു, സുബ്രഹ്മണ്യനല്ലേ വിജയിച്ചെന്ന് പറയുമ്പോൾ ഗണപതി പറയുന്നു, ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പറയുന്നുണ്ട്, വേദങ്ങളിലും ഒക്കെ പറയുന്നത് എന്താണ്, അച്ഛനെയും അമ്മയെയും ഇങ്ങനെ പൂജിച്ചതിന് ശേഷം 1 വട്ടം അവരെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ തന്നെ ലോകത്തിന് 1 വട്ടം ചുറ്റുന്നതിന് തുല്യമാണ്. ഞാനിപ്പോൾ 7 വട്ടം നിങ്ങളെ പ്രദക്ഷിണം വെച്ചു. അപ്പൊ 7 വട്ടം ഭൂലോകത്തിന് പ്രദക്ഷിണം വെച്ചു കഴിഞ്ഞു ഞാനാണ് ജയിച്ചതെന്ന് അത് മാതാപിതാക്കള് അംഗീകരിക്കുന്നുണ്ട്. അവർക്ക് പോലും അഭിമാനം തോന്നുന്നു ഗണപതിയുടെ അറിവില്. നമുക്ക് തന്നെ അറിയാം, ശിവശതകം ഗുരുദേവൻ എഴുതിയ സമയത്ത് ശിവശതകത്തിന്റെ ആദ്യത്തെ ശ്ലോകം നമുക്കറിയാം, അഴകൊട് ഭാരത യുദ്ധം അദ്രീന്മേൽ മുഴുചെവിയൻ മുറികൊമ്പ് കൊണ്ട് മുന്നം എഴുതി നിറച്ചെളിയോർ കിണങ്ങി നിൽക്കും എന്നും പറഞ്ഞാണ് ഗുരുദേവൻ എഴുതിയിരിക്കുന്നത്. അവിടെയും എന്താണ് പറയുന്നത്, അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വ്യാസ ഭഗവാനെ നമുക്കറിയാം ഭഗവത്ഗീതയില് നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വിശാല ബുദ്ധിയുള്ള വ്യാസ ഭഗവാൻ, അത്രയും ബുദ്ധിമാനായ വ്യാസ ഭഗവാൻ
തൻ്റെ ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞ ആ വലിയ മഹാഭാരതം, ബൃഹത്തായ ആ കാവ്യം, 1,00,000-ൽ പരം ശ്ലോകങ്ങളുള്ള ആ കാവ്യം എഴുതി വെക്കാനായിട്ട് ആലോചിച്ചപ്പോൾ തന്നെ എത്രയോ ദേവതമാരും ഒക്കെ ഉണ്ടായിട്ടും ഗണപതിയാണ് ആലോചിച്ചത്. ഗണപതിയോട് പറയുന്നു, എനിക്ക് ആ കാവ്യം ഒന്ന് എഴുതി തരാമോ എന്ന് ചോദിക്കുന്നു. നമുക്ക് ആ കഥയൊക്കെ അറിയാം. ഗണപതി സമ്മതിക്കുന്നു. അപ്പൊ ഗണപതി അങ്ങോട്ടൊരു ഡിമാൻഡ് വെക്കുന്നുണ്ട്, ഒരു വ്യവസ്ഥ വെക്കുന്നുണ്ട്. ഗണപതി പറയുന്നു, എന്താണ്, ഒരു നിർത്താൻ പാടില്ല, തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പാടില്ല എന്ന് പറയുന്നു. അപ്പം ഓർക്കണം, ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കൃതിയുടെ കാര്യം പറയുന്നത് തുടങ്ങിയാൽ നിർത്താൻ പാടില്ല. 1,00,000-ൽ പരം ശ്ലോകങ്ങളുള്ള കാവ്യം നിർത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ വ്യാസൻ വിചാരിക്കുന്ന, ദൈവമേ, ഒരു റെസ്റ്റ് വേണമല്ലോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും. അപ്പൊ അതുകൊണ്ട് എങ്ങനെ അത് സാധിക്കും എന്ന് വിചാരിച്ച് ഗണപതിയോട് പറയുന്നുണ്ട്. ഗണപതിയോട് ഒരു വ്യവസ്ഥ വ്യാസന് വെക്കുന്നു, തുടങ്ങിയാൽ നിർത്തണ്ട, അത് ശരി, സമ്മതിച്ചു. പക്ഷെ ഒരു വാക്കിന്റെ പോലും അർത്ഥം അറിയാതെ എഴുതാൻ പാടില്ല. അപ്പൊ അർത്ഥം എങ്ങനെയെങ്കിലും ആലോചിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തനിക്ക് അല്പം റെസ്റ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചായിരിക്കും വ്യാസൻ അങ്ങനെ പറഞ്ഞത്, അല്ലെ? അപ്പം അതുപോലെ തന്നെ അറിവിന്റെ നിറകുടമണല്, അറിവിന്റെ മൂർത്തിയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ദേവന്മാരെല്ലാം ഇതുപോലെ വന്ദിച്ചു നിൽക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ശ്ലോകത്തിന്റെയും അർത്ഥം മനസ്സിലായല്ലോ. ലസത് വേദകന്ധം, പ്രകാശിക്കുന്ന അല്ലെങ്കിൽ അറിവ് പകരുന്ന വേദങ്ങളുടെ കിഴങ്ങായിട്ട് ശോഭിക്കുന്നവനെ, വേദങ്ങളുടെ മൂല കാരണമായിട്ട്, വേദങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനമായിട്ട് ശോഭിക്കുന്നവനെ. അടുത്ത ശിരശ്രീമദിന്ദും. ശിരശ്രീമദിന്ദും എന്ന് പറഞ്ഞാൽ ശിരസിൽ ശ്രീമത്തായ ഇന്ദുവിനെ അണിഞ്ഞിരിക്കുന്നവനെ. ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഐശ്വര്യം എന്നർത്ഥമുണ്ട്, ലക്ഷ്മി ദേവി എന്ന അർത്ഥമുണ്ട്. ഇവിടെ ഐശ്വര്യം എന്നാണ് അർത്ഥം. ശിരസിൽ ഐശ്വര്യം ഉള്ള, ഐശ്വര്യപൂർണമായ അല്ലെങ്കിൽ മനോഹരമായ ഇന്ദുവിനെ ചൂടിയിരിക്കുന്നവനെ, ഇന്ദുവിനെ അണിഞ്ഞിരിക്കുന്നവനെ, ഇന്ദുകല, ചന്ദ്രക്കല അല്ലെ ചന്ദ്രബിംബം അണിഞ്ഞിരിക്കുന്നവനെ എന്നാണ് അവിടെ അടുത്ത എന്താണ് വിശേഷണമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് തോന്നും ഇത് ശിവഭഗവാന് ഉള്ള വിശേഷണമല്ലേ, ചന്ദ്രശേഖരൻ അല്ലെങ്കിൽ ഇന്ദുചൂടൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ പറയുന്നത് ശിവഭഗവാനാണ്. അപ്പൊ ഇവിടെ ഐശ്വര്യവത്തായ ചന്ദ്രക്കല ധരിച്ചവനെ എന്നാണ് ഗണപതിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതും ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. എന്താണ്, സകല ദേവതകളും ഏകമായ ഒരേ ഒരു പൊരുളാണെന്നുള്ള ആ വേദാന്ത രഹസ്യം, ആ സാക്ഷാത് പരബ്രഹ്മ സ്വരൂപം തന്നെയാണ്. ഈ 3 വിശേഷണങ്ങൾ ഇപ്പൊ പറഞ്ഞതിലെല്ലാം സാക്ഷാത് പരബ്രഹ്മ സ്വരൂപം തന്നെയാണ് ഗണപതി എന്നാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഗുരുദേവൻ ഒട്ടേറെ കൃതികളിൽ ഇങ്ങനെ നമുക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഏത് ദേവതയെ സ്തുതിക്കുമ്പോഴും നമുക്ക് ഈ പരബ്രഹ്മ സ്വരൂപം അല്ലെങ്കിൽ ശിവന്റെ അടയാളങ്ങള് നമുക്ക് ഷൺമുഖനെ, അതായത് സുബ്രഹ്മണ്യനെ സ്തുതിക്കുമ്പോഴും വിനായകനെ സ്തുതിക്കുമ്പോഴും ദേവിയെ സ്തുതിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഈ പരബ്രഹ്മ സ്വരൂപം അല്ലെങ്കിൽ ഈ ശിവഭഗവാന്റെ അടയാളങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് നമുക്കറിയാം. ഷൺമുഖ സ്തോത്രത്തില് ഇങ്ങനെ അതാണ് തുടക്കം തന്നെ, അർക്കബിംബം ഒരാറുദിച്ചുയരുന്ന പോലെ വിളങ്ങിടം തൃക്കിരീട ജടയ്ക്കിടയ്ക്ക് അരവങ്ങൾ അമ്പിളി തുമ്പ ദുഷ്കൃതങ്ങൾ അകറ്റുവാൻ ഒഴുകിയിടും അമ്പരഗംഗ. അവിടെ ശിവന്റെ അടയാളം തന്നെയാണ് സുബ്രഹ്മണ്യന് കൊടുക്കുന്നത്. സുബ്രഹ്മണ്യ കീർത്തനത്തിലും നമുക്കറിയാം, അന്തിപ്പൂന്തിങ്കൾ ഉന്തി തിരുമുടി തിരികി ചൂടി ആടും ഫണത്തിൽ ചന്തം ചിന്തും നിലാവിൻ ഒളിവെളിയിൽ വിയത് ഗംഗ പൊങ്ങിക്കവിഞ്ഞും. അതുപോലെ ഷൺമുഖ ദശകം എടുത്താലോ, തോമത്തിങ്കൾ കിടാവും തിരുമുടി ഇടയിൽ പാമ്പെലുമ്പും വരാറും ശ്രീമച്ചമ്പൻ മുടിക്കൽ തിരുവൊളി ചിതറി ചിന്തു മന്തിച്ചുവപ്പം നാമപ്പൊട്ടിട്ടിണങ്ങും നെറുക ചെറുപിറക്കേറ്. അങ്ങനെ അതുപോലെ തന്നെ ദേവീസ്തവം എടുത്താൽ, ഇനി ദേവി എടുത്തു കഴിഞ്ഞാൽ ദേവീസ്തവം എടുത്താൽ, ഇനി നിന്റെ മൗലിയിൽ എഴുന്നിടും പൂനിലാവിനും അങ്ങ് നിന്ന് വിളയുന്ന വെണ്ണീറിനും. അതുപോലെ കാളി നാടകം എടുത്തു കഴിഞ്ഞാൽ ജടയ്ക്കമ്പിളിത്തെല്ലുമെല്ലും. ഇങ്ങനെ അനേകം കൃതികളില് അല്ലെങ്കിൽ ഏത് ദേവതയെ വർണ്ണിച്ചാലും ഗുരുദേവൻ ഇതേ പരബ്രഹ്മ സ്വരൂപം തന്നെ, ശിവഭഗവാന്റെ പല ലക്ഷണങ്ങളും നമുക്ക് ഇനിയും ഈ കൃതിയിൽ തന്നെ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ മൂന്നാമത്തെ ശിരശ്രീ മദിന്ദും എന്ന് പറഞ്ഞ ശിരസിൽ ഐശ്വര്യവത്തായ ഇന്ദുബിംബത്തെ ചൂടിയവനെ. അടുത്ത ശ്രിതശ്രീ മുകുന്ദം. ശ്രിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രയിച്ചു നിൽക്കുന്ന,
ശ്രീ മുമ്പേ ഞാൻ പറഞ്ഞു ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി എന്നൊരു അർത്ഥവും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ലക്ഷ്മി സഹിതനായ മുകുന്ദൻ, ലക്ഷ്മി സമേതനായ മഹാവിഷ്ണു ആശ്രയഭാവത്തിൽ നിൽക്കുന്നവനെ എന്നാണ് അർത്ഥം. മുമ്പേ ആദ്യമേ നമ്മൾ പറഞ്ഞു ദേവന്മാരെല്ലാവരും വന്ദിച്ചു നിൽക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ദേവന്മാരുടെ ദേവൻ ദേവാദിദേവനാണ് മഹാവിഷ്ണു. മഹാവിഷ്ണു ഇവിടെ ലക്ഷ്മിയോടൊപ്പം ആശ്രയഭാവത്തിൽ വന്ദിച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീ മുകുന്ദം. വളരെ ഉദാത്തമായ ഒരു ദമ്പതി രൂപം തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വിഷ്ണു, ലക്ഷ്മി, അതുപോലെ ശിവനും പാർവതി, ശിവപാർവതിമാരെന്നാണ് നമ്മൾ പറയുന്നത്. അത് അടുത്തത് ബൃഹച്ചാരുതുണ്ടം. ബൃഹച്ചാരുതുണ്ടം എന്ന് പറഞ്ഞാൽ ബൃഹത്തും ചാരുവുമായ തുണ്ടത്തോടു കൂടിയവൻ. ബൃഹത്ത് എന്ന് പറഞ്ഞാൽ വലുത്, ചാരു മനോഹരം, തുണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടവയറാണ്. ഇതിനൊരു പാഠഭേദമുണ്ട്. ചിലരൊക്കെ ബൃഹച്ചാരു ശുണ്ടം എന്ന് ചൊല്ലാറുണ്ട്. ശുണ്ടം എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ. രണ്ടും ഒരുപോലെയാണ്. രണ്ടും ഒരേ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ വാക്കുകളുടെ വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് രണ്ടും അർത്ഥം എടുക്കാം. പക്ഷേ ഈ തുണ്ടമാകാനാണ് സാധ്യത. കാരണം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഇന്തായുടെ ഒരു കളിയാണെന്ന് ഞാൻ പറഞ്ഞു. എല്ലാ വാക്കിലും ഇന്ത ആവർത്തിച്ചു വരുന്നത് കൊണ്ട് തന്നെ അവിടെ ബൃഹച്ചാരു തുണ്ടം ആകാനാണ് അവിടെ സാധ്യത. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബൃഹത്തും വലുതും മനോഹരവുമായ വയറോട് കൂടിയവനെ, കുടവയറോട് കൂടിയവനെ. ഗണപതിയുടെ വയറ് നമുക്കറിയാം പ്രസിദ്ധമാണ്. പുരാണത്തിലെ അർത്ഥം ഒന്നുമല്ല, അതായത് വയറ് കൂടി ഒത്തിരി ആഹാരം കഴിക്കുന്നവൻ എന്നൊന്നുമല്ല ഇതിനകത്ത് അർത്ഥം ഗുരുദേവൻ കൽപ്പിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഗണപതിയുടെ ഗണപതിയുടെ രൂപം ഗണപതിയുടെ ഒരു വിഗ്രഹ ഭാഷയാണെന്ന് പറയാറുണ്ട് രൂപം. ഇവിടെ വയറ്, ഗണപതിയുടെ നിറഞ്ഞ വയറ് സംതൃപ്തിയെ സൂചിപ്പിക്കുന്നതാണ്. എല്ലാം ഉൾക്കൊള്ളുന്നത് എന്നും അർത്ഥമുണ്ട്. സംതൃപ്തിയെ നമുക്കറിയാം സംതൃപ്തമായ ഒരു വയറോട് കൂടിയിരിക്കുന്നവർക്ക് മാത്രമേ എന്തും ഗ്രഹിക്കാനായിട്ടൊക്കെ സാധിക്കത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ തന്നെ നല്ല വയറൊക്കെ നിറഞ്ഞിരുന്നില്ലെങ്കിൽ നമുക്ക് ഈ കൃതിയൊക്കെ ശരിക്കും പഠിക്കാനായിട്ട് പറ്റുകയില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്കറിയാം സംതൃപ്തി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും നമുക്ക് സംതൃപ്തി ഇല്ല. പിന്നെയും പോരട്ടെ, പണമാകട്ടെ, സ്വർണമാകട്ടെ, ഭൂമിയാകട്ടെ, എന്ത് കിട്ടിയാലും 10 കിട്ടിയാൽ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നുള്ള ചിന്തയാണ് നമുക്ക്. പക്ഷെ ഭക്ഷണം മാത്രം നമുക്കറിയാം ഒരു പരിധി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മതി എന്ന് നമ്മൾ പറയാറുണ്ട്. അതിനപ്പുറം അതിന് മാത്രമാണ് നമ്മൾ മതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അന്നദാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദാനം എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഇവിടെ പറഞ്ഞ ബൃഹച്ചാരുതുണ്ടം, വലുതും മനോഹരവുമായ വയറോട് കൂടിയവനെ. സ്തുതശ്രീ സനന്ദം. സ്തുതശ്രീ സനന്ദം എന്ന് പറഞ്ഞാൽ സനന്ദാദികളാൽ സ്തുതിക്കപ്പെടുന്നവനെ. സനന്ദൻ എന്ന് പറയുന്നത് നമുക്കറിയാം അവർ 4 പേരെയാണ് എപ്പോഴും അങ്ങനെ പറയുന്നത്. ഒരാളെ സൂചിപ്പിക്കുമ്പോൾ തന്നെ 4 പേരെ പറയാറുണ്ട്. ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണ് സനന്ദൻ, സനകൻ, സനത്കുമാരൻ, സനാതനൻ എന്നീ 4 പേരെയാണ് നമ്മൾ ഇവരെ പറയാറുള്ളത്. അവര് നമ്മുടെ ഭാരതത്തിന്റെ ചിരഞ്ജീവികളായ സത്യാന്വേഷികളാണ്. വിവാഹമൊന്നും കഴിച്ചില്ല, വിവാഹത്തിനോടൊന്നും താല്പര്യമില്ലാതെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവര് ആത്മജ്ഞാനം നേടുന്നതിനായി പുറപ്പെട്ടവരാണ്. ആ സനകാദികളാൽ, ഇവിടെ സനന്ദൻ ഗണപതിയുടെ ശിഷ്യനാണെന്നും പറയപ്പെടുന്നു. ആ സനകാദികളാൽ ഈ 4 പേരാൽ എപ്പോഴും സ്തുതിക്കപ്പെടുന്നവനെ. അത് ഇവരെ കുറിച്ചും നമുക്കറിയാം. ശിവശതകത്തിൽ ഗുരുദേവൻ പറയുന്നുണ്ട് സനക സനന്ദ സനത്കുമാരർ മുൻപാം എന്നുള്ള ശിവശതകത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പൊ സ്തുതശ്രീ സനന്ദം എന്ന് പറഞ്ഞാൽ സനകാദികളാൽ സ്തുതിക്കപ്പെടുന്നവനെ. ജഡാഹീന്ദ്രകുന്തം, അത് തിരിച്ചു പറയുമ്പോൾ ജഡ അഹീന്ദ്രകുന്തം എന്ന് പറഞ്ഞാൽ ജഡയിൽ അഹീന്ദ്രനെ കുന്തമായിട്ട് ചൂടിയവനെ. കുന്തം എന്ന് പറഞ്ഞാൽ മുല്ലമാല, കുരുക്കുത്തി മുല്ലമാല എന്നൊക്കെ പറയും. മുല്ലമാല ആയിട്ട് ജഡയിൽ അഹീന്ദ്രനെ ധരിച്ചിരിക്കുന്നവനെ. അഹീന്ദ്രൻ എന്ന് പറഞ്ഞാൽ, അഹി എന്ന് പറഞ്ഞാൽ പാമ്പാണ്, അഹീന്ദ്രൻ എന്ന് പറഞ്ഞാൽ പാമ്പുകളുടെ രാജാവ് അല്ലെങ്കിൽ സർപ്പശ്രേഷ്ഠനായ വാസുകിയെ ജഡയിൽ ഒരു മുല്ലമാല പോലെ തിരികെ വെച്ചിരിക്കുന്നവനെ, അല്ലെങ്കിൽ ജഡയിൽ ധരിച്ചിരിക്കുന്നവനെ നമുക്കറിയാം. അതും ശിവന്റെ ഒരു വിശേഷണമാണ്, ജഡയിൽ പാമ്പിനെ വാസുകിയൊക്കെ ചുറ്റിയിരിക്കുന്നത്. ഇപ്പം അവിടെ വീണ്ടും ആ അച്ഛന്റെ വിശേഷണം തന്നെ മകനും കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള വിനായകനെ ഞാൻ
ഭക്തന്റെ എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ചു തരുന്ന വിനായകനെ ഞാൻ ഭജിക്കുന്നു. അഭീഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ചു തരുന്നവനല്ല, നമുക്ക് ന്യായമായ അഭീഷ്ടങ്ങളാണ്. ഇപ്പൊ നമുക്ക് എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവണം, മറ്റുള്ളവരെല്ലാം ദുഃഖിക്കണം എന്നൊക്കെയുള്ള അങ്ങനെയുള്ള അഭീഷ്ടങ്ങളല്ല, നമുക്കുള്ള ന്യായമായ അഭീഷ്ടങ്ങളെല്ലാം സാധിച്ചു തരുന്ന ഗണപതി ഭഗവാനെ ഞാൻ ഭജിക്കുന്നു. അപ്പൊ ആ 4 വരി ചേർന്ന ആ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ ഒന്നുകൂടെ പറയാം. അതിനുശേഷം നമുക്ക് അവസാനം സമയമുണ്ടെങ്കിൽ 2 ശ്ലോകത്തിന്റെ ഒരുമിച്ച് എഴുതാം. അടുത്ത ശ്ലോകത്തിലേക്ക് ഞാൻ ഇപ്പൊ പോകും. അപ്പൊ ആദ്യത്തെ നമുക്കൊന്നുകൂടെ ഇരുന്ന് പറഞ്ഞിട്ട്, നമദേവവൃന്ദം, ദേവസമൂഹത്താൽ നമിക്കപ്പെടുന്നവനെ, ലസദ് വേദകന്ധം, പ്രകാശിക്കുന്ന വേദങ്ങളുടെ അല്ലെങ്കിൽ അറിവ് പകരുന്ന വേദങ്ങളുടെ കന്ധമായിട്ട്, വേരായിട്ട്, കിഴങ്ങായിട്ട് ശോഭിക്കുന്നവനെ, ശിരശ്രീമതിന്ദം, ശിരസിൽ ശ്രീമത്തായ ഇന്ദുവിനെ, ഇന്ദുബിംബത്തെ ധരിച്ചവനെ, ശ്രിതശ്രീ മുകുന്ദം, ലക്ഷ്മി ദേവിയോടൊത്ത് വന്ന് ലക്ഷ്മി സമേതനായ മഹാവിഷ്ണു ആശ്രയഭാവത്തിൽ നിൽക്കുന്നവനെ, ബൃഹച്ചാരുതുണ്ടം, വലുതും മനോഹരവുമായ വയറോട് കൂടിയവനെ, സ്തുതശ്രീ സനന്ദം, സനന്ദാദികളാൽ സ്തുതിക്കപ്പെടുന്നവനെ, ജഡാഹീന്ദ്രകുന്ദം, ജഡയിൽ സർപ്പശ്രേഷ്ഠനായ വാസുകിയെ മുല്ലമാല പോലെ അണിഞ്ഞിരിക്കുന്നവനെ, ഭക്തന്മാരുടെ അഭീഷ്ടമെല്ലാം സാധിച്ചു തരുന്നവനെ നിന്നെ ഞാൻ ഭജിക്കുന്നു. അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. സമയം പോകുന്നതുകൊണ്ടാണ് അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. കിലദേവഗോത്രം കനഖേമഗാത്രം സദാനന്ദമാത്രം മഹാഭക്തമിത്രം ശരചന്ദ്രവക്ത്രം ത്രയീഭൂതപാത്രം സമസ്താർത്തിദാത്രം ഭജേ ശക്തിപുത്രം. അവിടെ നമുക്ക് ആദ്യത്തെ ശ്ലോകം, അവിടെ നമുക്ക് ഇത്രായുടെ ഒരു നൃത്തമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, അല്ലെ? ഇത്ര എന്ന് പറയുന്ന അക്ഷരമാണ് അവിടെ ആവർത്തിച്ചു വരുന്നത്. കിലദേവഗോത്രം എന്ന് പറഞ്ഞാൽ, കിലത് ദേവഗോത്രം പിരിക്കുമ്പോൾ കിലത് ദേവഗോത്രം. കിലത് എന്ന് പറഞ്ഞാൽ ക്രീഡ, കിലത് എന്ന് പറഞ്ഞാൽ ക്രീഡിക്കുക, കളിക്കുക എന്നൊക്കെയാണ്. കിലത്തുക്കളായിട്ട് എപ്പോഴും വിലസുന്ന ദേവന്മാർ എപ്പോഴും നമുക്കറിയാം, എപ്പോഴും കളിയും ചിരിയും സന്തോഷവും ആനന്ദവും ഒക്കെയാണ് അവർക്ക്. എപ്പോഴും ക്രീഡകളിലൊക്കെ ലീലാ വിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ദേവന്മാര്. അങ്ങനെയുള്ള കിലത്തുക്കളായ ദേവന്മാർക്ക് ഗോത്രമായിട്ടുള്ളവനെ, ഗോത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉറവിടം എന്നാണ് അർത്ഥം. അപ്പൊ ദേവന്മാരുണ്ടാകുന്നതിന് മുമ്പിലും എന്തുണ്ടായിരുന്നു? ഗണപതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇതിൽ നിന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഗണപതി പുരാണം അനുസരിച്ച് പരബ്രഹ്മ സ്വരൂപം, ഇവിടെ എല്ലാം സാക്ഷാത് പരബ്രഹ്മം തന്നെയാണ്. മുകളിൽ പറഞ്ഞ വിശേഷണങ്ങളിലും എല്ലാം സാക്ഷാൽ. അതുകൊണ്ടാണ് മഹാവിഷ്ണു മുന്നിൽ വന്ന് നമിക്കുന്നത്, വേദങ്ങളുടെ ഉറവിടമാകുന്നത്, ദേവന്മാരെല്ലാം വന്ന് മുമ്പിൽ നമിച്ചു നിൽക്കുന്നതെല്ലാം, സനകാദികൾ നമിക്കുന്ന എല്ലാം തന്നെ സാക്ഷാത് പരബ്രഹ്മ സ്വരൂപമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെയാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ദേവന്മാരുടെ കിലത്തുക്കളായ ദേവന്മാരുടെ ഗോത്രമായിട്ടുള്ളവരെ, ദേവന്മാര് നിന്നിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്, ദേവന്മാർക്ക് കാരണഭൂതനായിട്ടുള്ളവനെ എന്നാണ് അവിടെ പറഞ്ഞത്. അവിടെയും സാക്ഷാത് പരബ്രഹ്മം തന്നെയാണ് ഗണപതി എന്ന് സൂചിപ്പിക്കുന്നു. അടുത്ത കനഥേമഗാത്രം, അത് പിരിക്കുമ്പോൾ ഇങ്ങനെയാണ്, കനത് ഹേമഗാത്രം. കനത് ഹേമഗാത്രം എന്ന് പറഞ്ഞാൽ കനത്ത സ്വർണ്ണ നിറത്തിലുള്ള, ഹേമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വർണ്ണവർണ്ണത്തോടു കൂടിയ ഗാത്രത്തോടു കൂടിയവനെ. ഗാത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശരീരം. അപ്പം ഗണപതിയുടെ ശരീരം സ്വർണ്ണവർണ്ണമാണ്. സ്വർണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ല പ്രൗഢിയുള്ള, ഒളിമങ്ങാത്ത, നല്ല ശോഭയുള്ള. അപ്പം ഗണപതിയുടെ ശരീരം കനത്ത സ്വർണ്ണവർണ്ണ നിറമുള്ളതാണ് എന്നാണ് അവിടെ പറയുന്നത്. അടുത്ത സദാനന്ദമാത്രം. സദാനന്ദമാത്രം എന്ന് പറഞ്ഞാൽ ഒരർത്ഥം നമുക്ക് സദാ ആനന്ദവാനായിട്ടിരിക്കുന്നു എന്നുള്ള അർത്ഥം പറയാം. പിന്നെ നമുക്ക് പറയാൻ പറ്റും സദാനന്ദം, സച്ചിദാനന്ദം എന്നൊക്കെ നമ്മൾ സാക്ഷാത് പരബ്രഹ്മത്തെ പറയാറുണ്ട്. പരബ്രഹ്മത്തിന് നമ്മൾ സാധാരണ പറയുന്നത് പരബ്രഹ്മ ലക്ഷണം അല്ലെങ്കിൽ സച്ചിദാനന്ദം എന്ന് പറയും. സത്ത്, ചിത്ത്, ആനന്ദം, ഈ 3 ഘടകങ്ങൾ പറയാറുണ്ട്. ഇവിടെ 2 ഘടകങ്ങളാണ് അതിലെടുത്തിരിക്കുന്നത്, സത്തും ആനന്ദവും. അതാണ് സദാനന്ദം എന്ന് പറഞ്ഞാൽ. സത്ത് എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നതാണ് സത്ത്. ഉള്ളത്, ഉണ്ടായതല്ല, എന്ന് നിലനിൽക്കുന്നത്. ഉണ്ടായത് നമുക്കറിയാം, അത് നശിക്കുന്നതാണ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ. നമുക്കറിയാം ഇപ്പൊ ഈ മേശ അല്ലെങ്കിൽ ഈ ഫാന് ഇങ്ങനെയുള്ള, അല്ലെ നമ്മളൊക്കെ ഉണ്ടായി അത്
നശിക്കും. നമ്മള് അനുകമ്പാ ദശകത്തിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജനനീ നവരത്നമഞ്ജരിയിലൊക്കെ പഠിക്കുന്നുണ്ട്, ഉണ്ടായി മാറുമറി ഉണ്ടായ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 6 വിധത്തിലുള്ള വരുമാറ് വിധം വികാരവും അനുകമ്പാ ദശകത്തിൽ പറയുന്നുണ്ട്. 6 വിധത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാകുന്ന, 6 വിധത്തിലുള്ള വികാരം എന്ന് പറഞ്ഞാൽ മാറ്റമാണ്. 6 വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായ വസ്തുക്കളെല്ലാം നശിച്ചു പോകുന്നു, പക്ഷെ ഉള്ളത് നശിക്കുന്നില്ല. നമുക്കറിയാം 6 വിധത്തിലുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അസ്ഥി, വൃദ്ധി, പരിണാമം, അപക്ഷയം, വിനാശം. ഇവയാണ് അസ്ഥി, ജന്മം, വൃദ്ധി, പരിണാമം, അപക്ഷയം, വിനാശം എന്നിവയാണ്. അത് ഒരു മരം എടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വിത്ത് എന്ന് പറയുന്നതാണ് അവിടെ അസ്ഥി എന്ന് പറയുന്നത്, അതിന്റെ ഉള്ളിലെ ജീവൻ. ജന്മം എന്ന് പറയുമ്പോൾ അത് കിളിർത്തു വരുന്നു. പിന്നെ വൃദ്ധി എന്ന് പറയുമ്പോൾ അതിന്റെ വളർച്ചയാണ്. പിന്നെ 4മത്തേത് പരിണാമമാണ്. പരിണാമം എന്ന് പറയുമ്പോൾ മാറ്റം, വലിയ മരമായിട്ട് അത് മാറുന്നു. പിന്നീട് അപക്ഷയമാണ്, ഇലയൊക്കെ കൊഴിഞ്ഞ് കമ്പൊക്കെ ഒടിഞ്ഞ് ഉണങ്ങി അത് നശിക്കാനായിട്ട് തുടങ്ങുന്നു. വിനാശം എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളിലേക്ക് മടങ്ങുന്നു. അപ്പൊ ഉണ്ടായ എല്ലാ വസ്തുക്കൾക്കും ഇങ്ങനെയുള്ള 6 വികാരങ്ങളിലൂടെ, 6 മാറ്റങ്ങളിലൂടെ നാശമുണ്ടാകും. പക്ഷെ ഉള്ളതിന് ഒരിക്കലും മാറ്റം ഉണ്ടാകുന്നില്ല. അതാണ് സത്ത് എന്ന് പറയുന്നത്. അടുത്ത ആനന്ദമാണ്. ആനന്ദം എന്ന് പറഞ്ഞാൽ ദുഃഖമേതുമില്ലാത്ത അവസ്ഥയാണ്. അത് ആത്മജ്ഞാനികളുടെ അനുഭവ നിലയാണ്, ദിവ്യമായ അനുഭൂതിയാണ്. ഗുരുദേവൻ പല കൃതികളിലും അത് വർണ്ണിച്ചിട്ടുണ്ട്. സ്വാനുഭവ ഗീതിയിലൊക്കെ ആനന്ദക്കടൽ പൊങ്ങി എന്നൊക്കെ പറഞ്ഞ് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ ആ ആനന്ദം, ആ സത്തും ആനന്ദവുമായിട്ടുള്ളവനെ, അതായത് സാക്ഷാൽ പരബ്രഹ്മത്തിന്റെ ലക്ഷണം തന്നെയാണ് പറയുന്നത്. പരബ്രഹ്മമായിട്ടുള്ളവനെ എന്ന് തന്നെയാണ്, പൂർണ്ണമായിട്ടും ബ്രഹ്മത്തിന്റെ ലക്ഷണമായിട്ടുള്ളവനെ, സദാനന്ദ മാത്രം. മഹാഭക്തമിത്രം, അടുത്തത് മഹാഭക്തന്മാർക്ക് മിത്രമായിട്ടുള്ളവനെ. അത് അവിടെയും ശ്രദ്ധിക്കണം, മഹാഭക്തന്മാർക്കാണ് മിത്രമായിട്ടുള്ളത്. അല്ലാതെ ചുമ്മാ വിശ്വാസമില്ലാത്തവർക്കോ ആത്മാർത്ഥമായിട്ട് ഭക്തിയോടെ ഭജിക്കാത്തവർക്കോ ഒന്നും, മഹനീയ ഭാവത്തോടുകൂടി വിനായകനെ ഭജിക്കുന്നവർക്ക് മിത്രമായിട്ട് തീരുന്നു. മിത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൂട്ടുകാരനാണ്. എല്ലാം നമ്മൾ പങ്കുവെക്കാവുന്ന, സുഖവും ദുഃഖവും സന്തോഷവും എല്ലാം പങ്കുവെക്കാവുന്ന ആത്മസുഹൃത്തുക്കളാണ് നമ്മുടെ മിത്രം എന്ന് പറയുന്നത്. അപ്പം ഭക്തന്മാർക്ക്, മഹാഭക്തന്മാർക്ക് മിത്രമായിട്ട് നിൽക്കുന്നവനാണ്. നമ്മൾ ഗുരുദേവൻ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കും, നമ്മൾ ഓർക്കുന്നുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അതുപോലെ വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധിച്ചു കൊടുക്കുന്നവനാണ് ഗുരുദേവൻ എന്ന് നമുക്കറിയാം, അല്ലെ? എന്ന് പറഞ്ഞ പോലെ തന്നെ ഗണപതിയും മഹാഭക്തന്മാർക്ക് മിത്രമായിട്ട്. നമ്മൾ കോലധീരേശ സ്തവത്തിലും ഗുരുദേവൻ ഇങ്ങനെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? കാലാശയമെന്നായി അണയുന്നോർക്ക് അനുകൂലൻ, ഫാലാക്ഷൻ അധർമ്മിഷ്ഠരിലേറ്റം പ്രതികൂലൻ. അവിടെയും പറയുന്നത് നീ തന്നെയാണ് ശരണം എന്ന് പറഞ്ഞ് ഭജിക്കുന്നവർക്ക്, നീ മാത്രമേയുള്ളൂ രക്ഷ, നീ മാത്രമേയുള്ളൂ അഭയം എന്ന് പറഞ്ഞ് ഭജിക്കുന്നവർക്ക് ആരാണ്? അനുകൂലനാണ്. അങ്ങനെയുള്ള ധർമ്മചാരികൾക്ക് അനുകൂലനാണ്. അതേസമയം അധർമ്മചാരികൾക്ക്, അധർമ്മിഷ്ഠരിൽ ഏറ്റവും പ്രതികൂലനാണ്. അതുപോലെ തന്നെ ആ അച്ഛന്റെ മോൻ തന്നെയാണ് ഇവിടെയും വിനായകനും മഹാഭക്തന്മാർക്ക് മിത്രമായിട്ട് തീരുന്നവൻ എന്ന് അർത്ഥമുണ്ട്. അടുത്തത് ശരചന്ദ്രവക്ത്രം. ശരചന്ദ്രവക്ത്രം എന്ന് വക്ത്രം എന്ന് പറഞ്ഞാൽ മുഖം എന്നാണ് അർത്ഥം, വക്ത്രം. അപ്പം ശരചന്ദ്രവക്ത്രം എന്ന് പറഞ്ഞാൽ ശരത്കാലത്തെ ചന്ദ്രന്റെ മുഖത്തോടുകൂടി, ചന്ദ്രനെ പോലെയുള്ള മുഖത്തോടു കൂടിയവനെ. നമുക്ക് എല്ലാവർക്കും അറിയാം, കവികളൊക്കെ എപ്പോഴും സുന്ദരമായ മുഖത്തെ വർണ്ണിക്കുന്നത് ചന്ദ്രനോടും താമരപ്പൂവിനോടും ഒക്കെയാണ്. നമ്മൾ എപ്പോഴും മുഖത്തെയും കണ്ണുകളെയൊക്കെയാണ് താമരപ്പൂവിനോട് കൂടുതലും, മുഖത്തെ എപ്പോഴും ചന്ദ്രനോടാണ്. നമ്മൾ ഉപമയുടെ ലക്ഷണം, ഉപമ എന്ന് പറയുന്ന അലങ്കാരത്തിന്റെ ലക്ഷണം നമ്മൾ പഠിച്ചിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്നാണ്, അല്ലെ? അപ്പം അങ്ങനെ ചന്ദ്രനെയാണ് നമ്മൾ എപ്പോഴും മുഖ സൗന്ദര്യത്തിന്റെ ലക്ഷണമായിട്ട് കൽപ്പിക്കുന്നത്. ഇവിടെയും പറയുവാണ് ഗണപതിയുടെ മുഖം, ഗണപതിയുടെ വക്ത്രം എന്ന് പറയുന്നത് ചന്ദ്രനെ പോലെ തന്നെയാണ്. എങ്ങനെയുള്ള, അതും ചന്ദ്രന്റെ ഒരു പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട്. ശരചന്ദ്ര വക്ത്രമാണ് എന്ന് പറഞ്ഞാൽ ശരത്കാലത്തെ ചന്ദ്രന്റെ പോലെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരത്കാലത്ത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നല്ല പൂർണ്ണ ചന്ദ്രനായിരിക്കും, നല്ല തെളിമയുണ്ടായിരിക്കും, മേഘങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ്, നല്ല തെളിഞ്ഞ ചന്ദ്രനാണ്, നല്ല ശോഭയുള്ള ചന്ദ്രനാണ് ആ സമയത്ത്. അതുപോലെ തന്നെ നല്ല ശീതളിമയും
ഒക്കെ ഉണ്ടാകുന്ന നല്ല കുളിർമ നിറഞ്ഞതായിരിക്കും. അപ്പൊ ഇവിടെ എല്ലാം ആ പ്രകാശം, അറിവാകുന്ന പ്രകാശം പരത്തുന്നവനാണ്. അതുപോലെ തന്നെ കുളിർമ എന്ന് പറയുമ്പോൾ ഭക്തന്മാരുടെ ഉള്ളിലുള്ള താപത്തെ, താപം എന്ന് പറഞ്ഞാൽ എന്താണ്, ദുഃഖത്തെ അല്ലെങ്കിൽ ചൂടിനെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളെയൊക്കെ തണുപ്പിച്ച് കളയുന്നവനാണ് ആ ശീതളിമ കൊണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിനകത്തൂടെ പറയാൻ പറ്റും. ആ ചന്ദ്രകിരണങ്ങള് അല്ലെങ്കിൽ ആ ചന്ദ്രന്റെ ശീതളിമ, ചന്ദ്രന്റെ മനോഹാരിത, ചന്ദ്രന്റെ തെളിമ എല്ലാം വ്യക്തമാകുന്നുണ്ട് ശരത് ചന്ദ്രവക്ത്രം എന്ന് പറയുമ്പോൾ. അടുത്ത ത്രയീഭൂതപാത്രം. ത്രയീഭൂതപാത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്, ത്രയീ എന്ന് പറഞ്ഞാൽ 3 എന്നാണ് അർത്ഥം. ത്രയീ, ത്രയം എന്നൊക്കെ പറഞ്ഞാൽ 3ആണ്. കവിത്രയം എന്നൊക്കെ നമ്മൾ പറയും. കവിത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കവിത്രയം എന്ന് പറഞ്ഞാൽ മതി. 3 കവികൾ അപ്പൊ തന്നെയായി എന്ന് പറഞ്ഞതുപോലെ ത്രയീ എന്ന് പറഞ്ഞാൽ ഇവിടെ 3 എന്നാണ് അർത്ഥം. ത്രയീഭൂതപാത്രം, ഇവിടെ ത്രയീ എന്ന് പറഞ്ഞിരിക്കുന്നത് വേദങ്ങളെയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും വേദങ്ങൾ 4 ഉണ്ടല്ലോ, നേരത്തെ തന്നെ ഞാൻ അവയുടെ പേരുകൾ പറഞ്ഞു. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്, ത്രയീഭൂതപാത്രം. ഭൂതം എന്ന് പറഞ്ഞാൽ പരിശുദ്ധം എന്നാണ് അർത്ഥം. പരിശുദ്ധമായ 3 വേദങ്ങൾക്ക് പാത്രമായിട്ടുള്ളവനെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ 3 വേദങ്ങളെ കുറിച്ച് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, അഥർവ വേദത്തിന് കുറച്ച് പതിത്വം കൽപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആഭിചാര ക്രിയകളൊക്കെ ചെയ്യാനുള്ള മന്ത്രങ്ങളൊക്കെയാണ് നമ്മ ഈ അഥർവ വേദത്തിൽ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 വേദങ്ങൾ, ഋക്ക്, യജുസ്, സാമം, ഈ ഈ സാമം, ഈ വേദങ്ങൾക്ക് മാത്രമാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. ഈ അഥർവ വേദത്തിന് കുറച്ച് ഈ അധമത്വം കൽപ്പിക്കുന്നതുകൊണ്ടാണ് അതിനെ ഇവിടെ ഗുരുദേവൻ പറയാത്ത 3 പരിശുദ്ധമായ വേദങ്ങൾക്ക് പാത്രമായിട്ടുള്ളവരെ, 3 ആ പരിശുദ്ധമായ വേദങ്ങൾക്ക് ഇരിപ്പിടമായിട്ടുള്ളവനെ, ആ വേദങ്ങൾ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞു. ഇപ്പൊ പറയുന്നു ആ വേദങ്ങൾക്ക് ഇരിപ്പിടമായിട്ടുള്ളവനാണ് നീ. അപ്പൊ നമുക്കറിയാം ഒന്നാമത്തെ മതഗ്രന്ഥങ്ങളാണ് ഈ വേദങ്ങൾ എന്ന് പറയുന്നത്. ആ വേദങ്ങൾ അറിവ് നൽകുന്ന ഗ്രന്ഥങ്ങളാണ്. ആ വേദങ്ങൾക്ക് ഇരിപ്പിടമായിട്ടുള്ളവനാണ് ഗണപതി ഭഗവാൻ അല്ലെങ്കിൽ വിനായകൻ എന്ന് പറയുന്നു. അതും വേറൊന്നും കൂടെ പ്രത്യേകം പറയുന്നുണ്ട്. സത്വഗുണപ്രധാനമായ 3 വേദങ്ങൾക്കാണ് നീ ഇരിപ്പിടമായിട്ടുള്ളത്. ഏറ്റവും പരിശുദ്ധമായ 3 വേദങ്ങൾക്കാണ്. അല്ലാതെ ആഭിചാര കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ആ അഥർവ വേദത്തിനല്ല നീ ഇരിപ്പിടമായിട്ടുള്ളതെന്നും കൂടെ അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം അവിടെയും അറിവിന്റെ നിറകുടമാണ്, അല്ലെങ്കിൽ സാക്ഷാത് പരബ്രഹ്മ സ്വരൂപം. ഇത് ഓരോന്നിലും പരബ്രഹ്മ സ്വരൂപം എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അടുത്ത് സമസ്താർത്തിദാത്രം. സമസ്താർത്തിദാത്രം എന്ന് പറഞ്ഞാൽ, ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം. നമ്മൾ ഇന്ന് ആർത്തി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അത്യാഗ്രഹം എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ്. ആർത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർത്തന്മാരെന്ന് നമ്മൾ പറയും. ആർത്തി ഉള്ളവരാണ് ആർത്തന്മാർ, ആലംബഹീനന്മാർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ സമസ്ത ആർത്തികൾക്കും ദാത്രമായിട്ടുള്ളവനെ, എല്ലാവിധത്തിലുമുള്ള ദുഃഖങ്ങൾക്ക്, നമുക്ക് എല്ലാവിധത്തിലുമുള്ള ദുഃഖങ്ങൾക്ക് ദാത്രമായിട്ടുള്ളവനെ. ദാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിഞ്ഞു കളയാനുള്ള ഉപകരണമാണ്, അരിയാനുള്ള ഉപയോഗം. ഇപ്പൊ അരിവാള് പോലെയുള്ള ഉപകരണം. അപ്പൊ നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും അരിഞ്ഞു കളയുന്ന ഉപകരണമായിരിക്കുന്നവനെ എന്നാണ് സമസ്താർത്തിദാത്രം എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം 3 വിധത്തിലുള്ള ദുഃഖങ്ങളാണ് നമുക്കുള്ളത്. നമ്മളെല്ലാം നേരത്തെ കേട്ടിട്ടുണ്ട്. 3 വിധത്തിലുള്ള ദുഃഖങ്ങളാണ്. ആധ്യാത്മികം, ആധി ഭൗതികം, ആധി ദൈവികം എന്നിവയാണ് ആ 3 തരത്തിലുള്ള ദുഃഖങ്ങൾ എന്ന് പറഞ്ഞ്. ആധ്യാത്മിക ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ തന്നെ ശരീരത്തിനും മനസ്സിനും വരുന്ന ദുഃഖങ്ങളാണ്. ഇപ്പൊ നമുക്ക് ഒരു പനി വന്നു, അല്ലെങ്കിൽ ഒരു ചുമ വരുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മുറിവുണ്ടായി, നമുക്ക് എന്തെങ്കിലും ചതവോ ഒളുക്കോ അങ്ങനെയൊക്കെ ഉണ്ടായി, അങ്ങനെയുള്ള ദുഃഖത്തിന് ആധ്യാത്മിക ദുഃഖം എന്ന് പറയുന്നു. അതുപോലെ തന്നെ അടുത്തത് ആധി ഭൗതിക ദുഃഖമാണ്. ആധി ഭൗതിക ദുഃഖം എന്ന് പറഞ്ഞാൽ ഭൗതികമായ വസ്തുക്കളിൽ നിന്ന്, മറ്റുള്ള വ്യക്തികളിൽ നിന്നോ ജീവികളിൽ നിന്നോ ഒക്കെ നമുക്കുണ്ടാകുന്ന ദുഃഖമാണ്. ഇപ്പൊ നമ്മൾ വഴിയെ നടക്കുന്നു, അപ്പൊ നമ്മുടെ തലയിൽ ഒരു തേങ്ങ വീഴുന്നു, അല്ലെ ഒരു പട്ടി കടിക്കുന്നു, ഇങ്ങനെ ഓടി വന്ന് കടിക്കുന്നു. ഇതൊക്കെ നമുക്ക് ആധി ഭൗതിക ദുഃഖമാണ്. ആധി ദൈവിക ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രളയം, ദുരന്തങ്ങള്, അല്ലെങ്കിൽ സുനാമി പോലെയുള്ളത്, അല്ലെങ്കിൽ ചുഴലി കൊടുങ്കാറ്റ്,
വെള്ളപ്പൊക്കം, ഇങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് ആദി ദൈവിക ദുഃഖം എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള 3 തരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും ആ 3 തരത്തിലുള്ള ദുഃഖങ്ങളെയും അരിഞ്ഞില്ലാതാക്കുന്ന ഒരു ഉപകരണം, അരിവാള് പോലെയുള്ള ഒരു ഉപകരണമായിട്ടുള്ളവനെ എന്നാണ് നമ്മൾ ഈ ദുഃഖങ്ങളൊക്കെ ഇല്ലാതാകുന്നതിനാണ് മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഓം ശാന്തി 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 എന്ന് പറയുന്ന ആദ്യത്തെ ശാന്തി നമ്മൾ പറയുമ്പോഴത്തേനും, ഒന്നാമത്തെ ശാന്തി പറയുമ്പോൾ ഒന്നാമത്തെ ദുഃഖത്തിൽ നിന്നും നമുക്ക് എന്താണ് ശാന്തി ഉണ്ടാകണേ. രണ്ടാമത്തെ ശാന്തി പറയുമ്പോൾ രണ്ടാമത്തെ ദുഃഖത്തിൽ നിന്നും നമുക്ക് ശാന്തി ഉണ്ടാകണേ. മൂന്നാമത്തെ ശാന്തി പറയുമ്പോൾ മൂന്നാമത്തെ ദുഃഖത്തിൽ നിന്നും നമുക്ക് ശാന്തി ഉണ്ടാകണേ. അപ്പൊ അങ്ങനെയുള്ള സമസ്ത ആർത്തികൾക്കും സമസ്ത ദുഃഖങ്ങൾക്കും എന്താണ് അരിവാളായിട്ടുള്ളവനെ. നമുക്കറിയാം ഈ ആർത്തി ഉണ്ടാകുന്നത്, ദുഃഖം ഉണ്ടാകുന്നത് നമ്മുടെ തന്നെ പ്രവൃത്തി ദോഷം കൊണ്ടൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ തന്നെ എന്താണ് നമ്മൾ മുമ്പേ പറഞ്ഞ ആർത്തി കൊണ്ടാണ്. അതായത് അത്യാഗ്രഹം കൊണ്ടൊക്കെയാണ് നമുക്ക് എപ്പോഴും ദുഃഖം ഉണ്ടാകുന്നത്. നമ്മൾ ഉള്ളത് കൊണ്ട്, നമുക്ക് ഉള്ളതിന് നമ്മൾ വിചാരിച്ച് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ നമുക്ക് ദുഃഖം ഉണ്ടാകത്തില്ല. ഈ ഈശാവാസ്യോപനിഷത്തിൽ ഗുരുദേവൻ പറയുന്നുണ്ട്, ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നാം ചരിക്കമുക്തനായി ആശിക്കരുത് ആരുടെയും ധനം. അപ്പൊ നമ്മൾ ഒന്നിലും മറ്റുള്ളവരുടെ ഒന്നും ആഗ്രഹിക്കാതെ നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ നമുക്ക് ദുഃഖം ഉണ്ടാകത്തില്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അത് വേണം ഇത് വേണം, നമുക്ക് ഉള്ളതിൽ തൃപ്തി ഇല്ലാതെ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ഈ 3 തരത്തിലുള്ള ദുഃഖങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നത്. ടോൾസ്റ്റോയുടെ ഒരു കഥയുണ്ട്, നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. ഒരു കർഷകന്റെ കൂടുതൽ സമ്പത്ത് നേടാൻ ആഗ്രഹിച്ച് ഒരു പ്രഭു ഇങ്ങനെ ഭൂമി കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്റെ ഉണ്ടായിരുന്ന ഭൂമി വിറ്റിട്ട്, അവിടെ വളരെ വില കുറച്ചാണ് വിൽക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് അയാളോട് ആവശ്യപ്പെടുന്നു. അപ്പോഴത്തേന് ഈ ധനം കൊണ്ട് കുറേയേറെ ഭൂമി അവിടെ കിട്ടും. അപ്പം അയാൾ പറയുന്നു, നാളെ രാവിലെ വന്നു 6 മണിക്ക് വന്ന്, നാളെ രാവിലെ വന്നു, എന്നിട്ട് വൈകുന്നേരം 6 മണി വരെ നീ നടന്നു, ഈ ഭൂമിയിലൂടെ നടന്നിട്ട് എടുക്കാവുന്നത്രയും ധനം നിനക്ക്, ധനമല്ല ഭൂമി എടുത്തോളാൻ പറയുന്നു. അങ്ങനെ കർഷകൻ അത്യാഗ്രഹിയായ അയാൾ രാവിലെ തന്നെ വന്ന് നടക്കാൻ തുടങ്ങും. നടക്കുമല്ല, ഓടുവാണ് അല്ലെ, നമുക്കറിയാം. പിന്നെ നടത്ത ഓട്ടമായി, ഓട്ടം പിന്നെ ഓട്ടപ്പാച്ചിൽ എന്ന് പറയുന്ന പോലെയായി. ആഹാരം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, വെള്ളം കുടിക്കാനൊക്കെ ദാഹിച്ചു വലഞ്ഞിട്ടും ഒരു തുള്ളി വെള്ളം കുടിക്കത്തില്ല, വിശന്ന് വലഞ്ഞിട്ടും എന്താണ് ആഹാരം കഴിക്കത്തില്ല. അങ്ങനെ അവസാനം 6 ആകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു, 6 അടി മണ്ണിന് അവകാശിയാകുന്നുണ്ട്. അപ്പം വന്ന് ചോദിക്കുമ്പോഴത്തേനും പണിക്കാർ വന്നിട്ട് ഇയാൾക്ക് എത്ര സ്ഥലം വേണം എന്ന് ഈ പ്രഭു ചോദിക്കുന്നുണ്ട്. അയാൾക്ക് 6 അടി മണ്ണ് വേണം എന്നാണ് ആ പരിചാരകര് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെയുള്ള നമ്മുടെ തന്നെയുള്ള ആർത്തി കൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഈ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ആ സത്യത്തെ കണ്ടെത്തി അതിൽ അമരുമ്പോഴാണ് നമുക്ക് ആ ദുഃഖങ്ങളൊക്കെ മറികടക്കാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾക്ക് നമ്മുടെ ആത്മജ്ഞാനം ലഭിക്കുന്നതിന് വിനായകൻ ആ ജ്ഞാനത്തെയാണ് വിനായകൻ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അടുത്തത് ഭജേ ശക്തിപുത്രം. ശക്തിയുടെ പുത്രനായ അവിടുത്തെ അങ്ങയെ ഞാൻ ഭജിക്കുന്നു. അവിടെയും എല്ലാ ശ്ലോകങ്ങളിലും ഭജേ 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 എന്നാണ് ക്രിയാരൂപം വരുന്നത്. എല്ലാത്തിലും ഭജിക്കുന്നു ഭജിക്കുന്നു ഭജിക്കുന്നു. എങ്ങനെയുള്ള വിനായകനെ ഭജിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ശക്തിയുടെ പുത്രനായ പാർവതി ദേവിയുടെ പുത്രനായ ഗണപതി ഭഗവാനെ, വിനായകനെ ഞാൻ ഭജിക്കുന്നു. നമുക്കറിയാം ശക്തിയുടെ അഭാവത്തിൽ ശിവൻ പോലും ശവമായി തീരുന്നു. നമുക്കറിയാം ശക്തിയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ശിവന് പോലും ചലിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിന് തന്നെ കാരണഭൂതയായി നിൽക്കുന്ന ആ ശക്തി സ്വരൂപിണിയുടെ പുത്രനായിട്ടുള്ളവനെ എന്നാണ് ശക്തിപുത്രം എന്ന് പറഞ്ഞാല്. അപ്പൊ ഇതിന്റെ ആ 4 വരികളുടെ കൂട്ടർത്ഥം ഒന്ന് പറയാം. സമയം ഉണ്ടെങ്കിൽ എഴുതാം ഒരെണ്ണമെങ്കിലും. കിലദേവഗോത്രം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കിലത്തുക്കളായ അല്ലെങ്കിൽ ക്രീഡ തൽപരരായ ദേവന്മാരുടെ ഗോത്രമായിട്ടുള്ളവരെ. അതുപോലെ തന്നെ ഹേമഗാത്രം, കനത്ത സ്വർണത്താൽ സ്വർണ്ണ ശോഭയോടുകൂടിയ ശരീരത്തോടു കൂടിയവനെ, സദാനന്ദ മാത്രം സത്തും ആനന്ദം ആയിട്ടുള്ളവനെ, മഹാഭക്തമിത്രം മഹാഭക്തന്മാർക്ക് മിത്രമായിട്ടുള്ളവനെ, ശരചന്ദ്രവക്ത്രം ശരത്കാല ചന്ദ്രന്റെ മുഖശോഭയോട് കൂടിയവനെ, ത്രൈഭൂതപാത്രം 3 വേദങ്ങൾക്കും പരിശുദ്ധമായ 3 വേദങ്ങൾക്കും ഇരിപ്പിടമായിട്ടുള്ളവനെ, പാത്രമായിട്ടുള്ളവനെ,
സമസ്താർത്തിദാത്രം, എല്ലാവിധത്തിലുമുള്ള ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്ന ദാത്രമായിട്ട്, അരിവാളായിട്ട്, അല്ലെ ഒരു ഉപകരണമായിട്ടുള്ളവനെ ഭജേ ശക്തിപുത്രം, ശക്തിയുടെ പുത്രനായ വിനായകനെ, ഇങ്ങനെയൊക്കെയുള്ള വിനായകനെ ഞാൻ ഭജിക്കുന്നു. ഇതാണ് 2 ശ്ലോകങ്ങളെ നമുക്കിന്നിവിടെ എടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഇനിയും ബാക്കി 6 ശ്ലോകങ്ങളുണ്ട്. ഈ 2 ശ്ലോകങ്ങളുടെ കൂട്ടർത്ഥവും എഴുതാനുണ്ട്. അപ്പം ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് ഇനിയും 5 മിനിറ്റേ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് എഴുതാനായിട്ട് ഒരു ശ്ലോകത്തിന്റെ എങ്കിലും അർത്ഥം എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിയെടുക്കാം. സ്മിത, അർത്ഥം കൊടുക്കണോ അതോ? കൊടുക്കാം ടീച്ചറെ, സമയം ഉണ്ടെങ്കിൽ കൊടുക്കാം. അപ്പം ഒരു ശ്ലോകത്തിന്റെ അർത്ഥം എഴുതിയെടുത്തോളൂ. ആദ്യത്തെ ശ്ലോകത്തിന്റെ അർത്ഥം എഴുതിയെടുക്കാം. റെഡിയാണോ? ആരെങ്കിലും ഒരാളെന്ന് എഴുതാൻ റെഡിയാണെന്നൊന്ന് പറയുമായിരുന്നെങ്കിൽ തുടങ്ങായിരുന്നു. പറഞ്ഞോ ടീച്ചർ. ആദ്യത്തെ ശ്ലോകത്തിന്റെ ദേവന്മാരുടെ കൂട്ടത്താൽ, ദേവസമൂഹത്താൽ നമിക്കപ്പെടുന്നവനെ, ദേവസമൂഹത്താൽ നമിക്കപ്പെടുന്നവനെ, അടുത്ത പറയട്ടെ. പ്രകാശിക്കുന്ന എഴുതിയോ? ഒരാളെന്ന് പറയാമോ? എഴുതി. പ്രകാശിക്കുന്ന വേദങ്ങളുടെ മൂലം, പ്രകാശിക്കുന്ന വേദങ്ങളുടെ മൂലം അഥവാ കിഴങ്ങ് ആയിരിക്കുന്നവനെ, ശിരസിൽ ശ്രീമത്തായ, ശിരസിൽ ശ്രീമത്തായ അല്ലെങ്കിൽ ഐശ്വര്യവത്തായ ബ്രാക്കറ്റിൽ ഐശ്വര്യവത്തായ ഇന്ദുവിനെ ധരിച്ചിരിക്കുന്നവനെ, ഇന്ദു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ചന്ദ്രക്കലയെ ധരിച്ചിരിക്കുന്നവനെ. അടുത്തത് ലക്ഷ്മി സമേതനായ മഹാവിഷ്ണു, ലക്ഷ്മി സമേതനായ മഹാവിഷ്ണു ആശ്രിതനായി വന്ന് പരിസേവ ചെയ്യുന്നവനെ, വലുതും ആശ്രിതനായി വന്ന് പരിസേവ ചെയ്യുന്നവനെ, സേവിക്കുന്നവനെ എന്ന് തന്നെ അർത്ഥം, സേവിക്കുന്നവനെ, പരിസേവ ചെയ്യുന്നവനെ എന്ന് പറയാം. വലുതും മനോഹരവുമായ കുടവയറോട് കൂടിയവനെ, വലുതും മനോഹരവുമായ കുടവയറോട് കൂടിയവനെ, സനകാദികളാൽ സ്തുതിക്കപ്പെടുന്നവനെ, സനകാദികളാൽ സ്തുതിക്കപ്പെടുന്നവനെ, സർപ്പശ്രേഷ്ഠനായ
സർപ്പശ്രേഷ്ഠനായ വാസുകിയെ മുല്ലപ്പൂമാല എന്നതുപോലെ ജടയിൽ ധരിച്ചിട്ടുള്ളവനെ എല്ലാ അഭീഷ്ടങ്ങളും ദാനം ചെയ്യുന്നവനെ ഞാൻ ഭജിക്കുന്നു. എല്ലാ അഭീഷ്ടങ്ങളും ദാനം ചെയ്യുന്നവനെ ഞാൻ ഭജിക്കുന്നു. ഇപ്പൊ സമയമായിട്ടുണ്ട്. എന്നെ ഇന്ന് ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്തേ. വളരെ നന്ദി ടീച്ചർ. ഇത്രയും സമയം നമുക്ക് പഠിച്ചെടുത്തിരുന്ന ധർമ്മപദ്ധതിയിലെ സീനിയർ പഠിതാവ് റിട്ടയർ അധ്യാപികയുമായ വിനായകാഷ്ടകം എന്ന കൃതിയാണ് വളരെ ലളിതമായി ടീച്ചറുടെ അധ്യാപന ശൈലിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ടീച്ചർ നമുക്ക് പറയുന്നു. ടീച്ചറിന് ധർമ്മപദ്ധ കേന്ദ്രത്തിന്റെ പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെ പേരിലുള്ള കൂടി ഇന്നത്തെ ക്ലാസ്സിൽ പ്രാർത്ഥിക്കുന്നത് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാം അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത്. ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വിനായകാഷ്ടകത്തിന്റെ തുടർന്നുള്ള ക്ലാസ് അടുത്ത ആഴ്ചയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ പര്യവസാനിച്ചിരിക്കുന്നു. ഏവർക്കും ഈ ലിങ്കിൽ നിന്ന് പുറത്തേക്ക് പോകാവുന്നതാണ്.